നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ചേച്ചി, ഒരു പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്നത് സാധാരണക്കാർക്ക് ഒക്കെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആദ്യം എത്താനുള്ളൊരു സ്ഥലമാണ്. പക്ഷേ പലപ്പോഴും പോലീസ് സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ കേരളത്തിൽ പ്രത്യേകിച്ചൊരു ഭയമുണ്ട്. പോലീസുകാരനാണ് എന്ന് പറയുമ്പോൾ പോലും ഒരു ഭയമാണ്. ആ ഒരു ഭയത്തിൻ്റെ ഒരു കാര്യമെന്ന് പറയുന്നത് ഒരു പക്ഷേ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അവർ എത്രത്തോളം മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ അവിടുന്ന് ഉള്ള റിയാക്ഷൻ എങ്ങനെയായിരിക്കും എന്നുള്ള മുന്നത്തെ ചരിത്രമൊക്കെ എടുത്തു നോക്കിയിട്ടുള്ള ഒരു ഭയം കൊണ്ടാണ് ഇപ്പോഴും ജനങ്ങൾക്കിടയിൽ, ഇപ്പോൾ ജനമൈത്രി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പല സംവിധാനങ്ങളുണ്ടെങ്കിലും ജനങ്ങൾക്ക് പോലീസ് എന്ന് പറയുന്ന സിസ്റ്റത്തിനോട് ഒരു പേടിയാണ്. ശരിക്കും നമ്മളുടെ ഒരു കാവൽക്കാർ എന്നുള്ള രീതിയിലാണല്ലോ. ഒരു പ്രശ്നം വരുമ്പോൾ അതിൽ വന്ന് ഇടപെട്ട് പ്രശ്നം സോൾവ് ചെയ്ത് നീതി വേണ്ടവർക്ക് നീതിക്കൊപ്പം നിൽക്കാൻ വേണ്ടിയുള്ള ഒരു സംവിധാനം. പക്ഷേ അധികാരം തലയ്ക്ക് പിടിക്കുന്ന ഒരു വിഭാഗം ഇതേ പോലീസ് വിഭാഗത്തിലും ഉണ്ട് എന്ന് വ്യക്തമാക്കുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ളൊരു സംഭവമാണെങ്കിലും പോലീസിൻ്റെ ഒരു വലിയ ക്രൂരത, അതായത് പരാതിക്കാരി പോലുമല്ല, എന്തിനെന്ന് പോലും അറിയാത്ത ഒരു കേസിൽ ഭർത്താവിനെ പോലീസ് പിടിച്ചുകൊണ്ടുപോകുന്നു. അത് കണ്ട് ഭയന്ന ഭാര്യ പോലീസ് സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുന്നു. അവിടെ നിന്നുണ്ടായിട്ടുള്ള വാഗ്വാദത്തിൽ അതിനിടയിൽ ഒരു പോലീസുകാരൻ അടിക്കുകയാണ്. ആ യുവതിയെ ഗർഭിണിയാണെന്ന് പോലും നോക്കാതെ അടിക്കുന്നു. അതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്നത്. ഒരു പോലീസ് സംവിധാനത്തിൻ്റെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പുറത്തു വരുമ്പോൾ ജനങ്ങൾക്കിടയിൽ ആ ഒരു ഭയം വീണ്ടും ആവർത്തിക്കുകയല്ലേ ചെയ്യുന്നത്. 2024 ജൂൺ 20-നാണ് ഈ സംഭവം നടന്നത്. 2024 ജൂൺ 20-ന് ഈ നടന്ന സംഭവം മാറ്റിവെച്ചുകൊണ്ട് കുറേ ഇതിനു മുന്നേ നമുക്കറിയാം, നേരത്തെ യൂത്ത് കോൺഗ്രസിലെ ഒരു നേതാവിനെ ഇത്തരത്തിൽ പോലീസ് ഉപദ്രവിച്ച CCTV ദൃശ്യങ്ങൾ അന്ന് UDF വലിയ രീതിയിൽ പ്രതിഷേധിച്ചു. നമ്മുടെ കൺമുൻപിലുണ്ടല്ലോ ഈ സെക്രട്ടേറിയറ്റിൽ അല്ലേ, ശ്രീജിത്ത് സ്വന്തം അനിയനെ ക്രൂരമായി മർദ്ദിച്ച് കൊലപ്പെടുത്തിയ കേസിൽ ഇന്നും പോരാടുന്ന ഒരു ശ്രീജിത്തിനെ നമുക്കറിയാം. ഇതുപോലെ എത്രയെത്ര കേസുകൾ നമ്മുടെ മുന്നിലുണ്ട്. പിണറായി സർക്കാർ അധികാരത്തിലെത്തിയതിന് ശേഷം ഇത്തരത്തിലുള്ള ക്രിമിനൽ സ്വഭാവമുള്ള കുറച്ച് പേരെ മാത്രം ഉള്ളൂ, അവരെ ഞങ്ങൾ പോലീസിൻ്റെ ലിസ്റ്റിൽ നിന്ന് മാറ്റി എന്ന് പറയുമ്പോഴും അത് വെറും പൊള്ളയ കള്ളത്തരമെന്ന് പ്രതിപക്ഷം നിയമസഭയിൽ പൊളിച്ചടുക്കിയിരുന്നു അല്ലേ. ക്രിമിനൽ സ്വഭാവമുള്ള ഒറ്റ ഒരെണ്ണത്തെ പോലും ഇതുപോലെ പുറത്താക്കിയിട്ടില്ല. അപൂർവം വിരലിൽ എണ്ണാവുന്ന കുറച്ച് പേരെ എന്തോ പുറത്താക്കി എന്തോ ചെയ്തു. പക്ഷെ ബാക്കി എല്ലാവരും ഇപ്പോഴും ആ ക്രിമിനൽ സ്വഭാവത്തോടു കൂടി തന്നെ പോലീസ് സേനയിലുണ്ട്. ആഭ്യന്തരം പോയി എന്നതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. ഇതൊന്ന് ആലോചിച്ചു. പ്രതാപ് ചന്ദ്രനെതിരെ ഇപ്പോൾ ഈ ഒരു പരാതി മാത്രമല്ല, ഇയാൾ ചെയ്തിട്ടുള്ള ക്രൂരതകൾ അനുഭവിച്ചിട്ടുള്ള നിരവധി പേര് ഇപ്പോൾ ഇതുമായി രംഗത്തെത്തിയിരിക്കുകയാണ്. സ്വിഗ്ഗി ഡെലിവറി ചെയ്യുന്ന ഒരു പയ്യൻ എറണാകുളം ഇതിൻ്റെ താഴെ പാലത്തിൻ്റെ കീഴെ വിശ്രമിച്ചുകൊണ്ടിരുന്നപ്പോൾ വെറുതെ പോയി അതിനെ ഉപദ്രവിച്ച് അതിനെ ഈ പറഞ്ഞോണം പോലീസ് സ്റ്റേഷനിൽ ഇട്ട് മർദ്ദിച്ച് ഒരു പരുവമാക്കി വിട്ടു. ഇതുപോലെ ഒരു നടൻ ഇപ്പോൾ രംഗത്തെത്തിയിട്ടുണ്ട് ഇയാൾക്കെതിരെ. ഇതുപോലെ തന്നെ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ, വാട്സപ്പ് ഗ്രൂപ്പ് വോയിസ് ഓഫ് എനിക്ക് പെട്ടെന്ന് ഇത് കിട്ടുന്നില്ല, അത്തരത്തിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അത് ഈ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങളുമായിട്ട് അതിന് വേണ്ടിയിട്ടുള്ളൊരു കൂട്ടായ്മയാണ്. അതിനകത്ത് കുട്ടികളടക്കം എല്ലാവരും ആ ഗ്രൂപ്പിലുണ്ട്. അതിനകത്ത് കയറി അശ്ലീല വീഡിയോ അയച്ചതുമായി ബന്ധപ്പെട്ട് ഗ്രൂപ്പ് അഡ്മിൻ ഇതേപോലെ ഇയാൾക്കെതിരെ കംപ്ലൈൻറ്റ് ചെയ്യുന്നു. അപ്പം മൊത്തത്തിൽ ഈ KG പ്രതാപ് ചന്ദ്രൻ എന്ന് പറയുന്നത് പോലീസ് സേനയിൽ ഒരു ക്രിമിനൽ ആണ് എന്നുള്ളതാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. ഒരു നടൻ പരാതിപ്പെട്ട ഒരു പെൺകുട്ടി, ഇപ്പോൾ പുതുതായിട്ട് ഒരു പെൺകുട്ടി ഹെൽമെറ്റ് ലൂസായിട്ട് ഹെൽമെറ്റ് ധരിച്ചു എന്നുള്ള രീതിയിൽ ഭയങ്കര വൃത്തികെട്ട ഭാഷയിൽ ആ പെൺകുട്ടി ചീത്ത വിളിച്ചതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരു പെൺകുട്ടി മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു. അപ്പോൾ ഇനി എത്ര പേര്, അപ്പോൾ ഇയാളുടെ ഒരു ട്രാക്ക് റെക്കോർഡ് പരിശോധിച്ചാൽ ഇയാളുടെ കയ്യിലെ തരിപ്പ് മാറ്റാനും ഇയാളുടെ ഫ്രസ്ട്രേഷൻ തീർക്കാനും ഇയാൾ ആരെയും അടിച്ച് ഇഞ്ചപ്പരുവമാക്കുക എന്നുള്ളതാണ്. അതായത് അയാളുടെ കയ്യിലെ തരിപ്പ് മാറ്റാനുള്ള ഉപകരണമാണ് ജനങ്ങൾ. അയാളുടെ മുമ്പിൽ നമ്മൾ ഈ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള ഇത്തരത്തിലുള്ള വില്ലൻ പോലും ക്രിമിനൽ പോലീസുകാരെ, ഇവന്മാരുടെ ദേഷ്യമൊക്കെ തീർക്കാൻ കണ്ണി കാണുന്ന ഓട്ടോ ഡ്രൈവേഴ്സിനെ, കണ്ണി കാണുന്ന പാവങ്ങളെയൊക്കെ ഇടിച്ച് പരിപ്പ് വരമാക്കുക. അയാൾക്ക് ഇഷ്ടമല്ലാത്ത ഏതെങ്കിലും മുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ അവർക്കെതിരെ ഇത് ചെയ്യുക. അപ്പോൾ പക്ക ക്രിമിനൽ എന്ന് പറയാം. അപ്പോൾ ഇയാൾ എത്രയും വർഷം സർവീസിലിരിക്കുന്ന വ്യക്തിയാണ്. അപ്പോൾ എത്ര പേര് ഇയാളിൽ നിന്ന് എന്തെല്ലാം ദുരന്തങ്ങൾ അനുഭവിച്ചിട്ടുണ്ടായിരിക്കും എന്ന് ചിന്തിച്ച് നോക്കൂ. ഇപ്പോൾ കുറച്ച് പേര് രംഗത്തെത്തുന്നു. ഇനി എത്ര പേര് ഇയാളെ തിരിച്ചറിയുന്നതും തിരിച്ചറിയാത്തതുമായിട്ടുള്ള എത്ര ആളുകൾ. അപ്പോൾ ഇയാളെ പറ്റി പക്ഷെ മറ്റുള്ള ആൾക്കാരൊന്നും മിണ്ടുന്നില്ല. ഒരു പേടിയാണല്ലോ. ഇപ്പോൾ അധികാരത്തിലിരിക്കും, അല്ലെങ്കിൽ ആ ഒരു പോലീസ് യൂണിഫോമിൽ പോലും ഇങ്ങനെ ചെയ്യാൻ പറ്റും. അതായത് ഈ അധികാരം, ആ പോലീസ് പദവിയിലെ അധികാരം മാത്രമല്ല,
പാർട്ടിയിൽ പിടിപാടുള്ളവരെ പിടിച്ചു നിർത്തുക. അതാണല്ലോ മറ്റേ യൂത്ത് കോൺഗ്രസ് നേതാവിന് സംഭവിച്ചത്. എത്രമാത്രം ഇതിപ്പം ഒരു വർഷം എടുത്തു ഈ ഭർത്താവും ഭാര്യയും ഇതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിട്ട്. അതായത് ഈ ഭർത്താവ് ഒരു ഹോം സ്റ്റേ നടത്തുവാണ്, അതായത് ഒരു ലോഡ്ജിന്റെ ഉടമയാണ്. ഷൈമോളും ബെഞ്ചോ എന്ന് പറയുന്നതാണ് ആ ലോഡ്ജിന്റെ ഉടമ. അപ്പം അദ്ദേഹം അവിടെ നിൽക്കുന്ന സന്ദർഭത്തിൽ 2 ആൺകുട്ടികൾക്ക്, അവിടെ വന്ന് താമസിച്ച 2 ആൺകുട്ടികൾ താഴെ നിൽക്കുന്നതുമായി ബന്ധപ്പെട്ട് അവരെ പോലീസ് കസ്റ്റഡിയിൽ എടുക്കുന്നു. അടിക്കുന്നതുമായിട്ട് ദൃശ്യങ്ങൾ ബെഞ്ചോ പകർത്തി മൂളിയുന്നുണ്ട്. അപ്പോൾ ഇത് പകർത്തിയതുമായി ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിനെ 2 ദിവസം കഴിഞ്ഞാണ് പോലീസ് സ്റ്റേഷനിൽ വിളിപ്പിക്കുന്നു. ക്രൂരമായി മരണം. അപ്പോൾ ഈ ഭാര്യയ്ക്കറിയില്ല എന്തിനാ ഇരട്ട കുട്ടി കൈക്കുഞ്ഞുങ്ങളായിട്ട് ഒന്ന് ആലോചിച്ച് നോക്കുക. എന്നിട്ടും സ്ത്രീ 3 മാസം ഗർഭിണിയും കൂടെ ആയിരുന്നു. അപ്പോൾ നേരെ സ്വന്തം ഭർത്താവല്ലേ, പക്ഷെ ഭയങ്കര ബോൾഡായിട്ടുള്ള സ്ത്രീയാണ് കേട്ടോ. അവർ പോലീസ് സ്റ്റേഷനിലേക്ക് ഓടുന്നു. അപ്പോൾ ഭർത്താവിനെ അതിനകത്തിട്ട് മർദ്ദിക്കുകയാണ്. അപ്പോൾ ഇവർ പോകുന്നു. ഇപ്പം CCTV ദൃശ്യങ്ങൾ അന്ന് എന്താണ് പറഞ്ഞത്, ഇവർ കുഞ്ഞിനെ എടുത്തെറിഞ്ഞു, അതെറിഞ്ഞു. ഇപ്പോഴും അയാൾ അതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അവർ ഭയങ്കരമായിട്ട് ഞങ്ങളെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു, അതുകൊണ്ടാണ് അങ്ങനെയാണ് ഇതാണെന്നൊക്കെ പറഞ്ഞു. പക്ഷെ അവിടെ ഭർത്താവിനെ ഉപദ്രവിക്കുന്ന കണ്ട് ഈ സ്ത്രീയുടെ നില തെറ്റിയോ. അവർ ഭാര്യയല്ലേ, 2 കുഞ്ഞുങ്ങളുണ്ട്, കൈക്കുഞ്ഞുങ്ങളുണ്ട്. എന്തിനാണ് ഭർത്താവിനെ പിടിച്ചോണ്ട് പോയെന്ന് അറിയില്ല. അപ്പം വന്നപ്പോൾ തന്നെ ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ തടയുന്നു. പിന്നീട് അകത്തേക്ക് പോകുമ്പോൾ ഇയാൾ നെഞ്ചത്ത് പിടിച്ച് തള്ളുകയാണ്. ഒരു 2 കുഞ്ഞുങ്ങളുണ്ട്, ഗർഭിണിയാണെന്ന് നോക്കുന്നില്ല. അപ്പോൾ വീണ്ടും ആക്രോശിച്ചുകൊണ്ട് ഇവർ ചെല്ലുകയാണ്. എൻ്റെ ഭർത്താവിനെ ഇപ്പം നമ്മളുടെ വീട്ടിലാണ് നമ്മുടെ ഭർത്താവ് നമ്മുടെ സഹോദരനെ ഒരു ഇതില്ലാണ്ട് പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി നമ്മുടെ നില തെറ്റത്തില്ലേ, നമുക്കറിയണ്ടേ അത് എന്തിനാണെന്നുള്ള. അനാവശ്യമായിട്ട് അറസ്റ്റ് ചെയ്തുകൊണ്ട് നമ്മളത് ചോദ്യം ചെയ്യും. ആ സ്ത്രീ അതാണ് ചോദ്യം ചെയ്യാൻ പോയത്. അപ്പോൾ എന്താണ്, കരണത്തടിക്കുന്ന ഒരു രംഗമാണ്. കുഞ്ഞുങ്ങളെ പോലും നോക്കുന്നില്ല. കൈക്കുഞ്ഞുങ്ങളെ എനിക്കൊന്ന് 4 മാസം 5 മാസം അങ്ങനെ കാണും. പൊടിക്കുഞ്ഞുങ്ങളാണ് നമ്മൾ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ അറിയാം. അപ്പം ഇത് എന്താണ്, ഇതാണോ ജനമൈത്രി പോലീസ് സ്റ്റേഷൻ? ഇതാണ് അവരുടെ വികാരം. അവർ വരുമ്പോൾ അല്ലെങ്കിൽ മാഡം അവിടെ ഇരിക്കും, നമുക്ക് പരിശോധിക്കാം എന്താന്നുള്ള, ഞങ്ങൾ നോക്കട്ടെ. ഇതെന്താ ഗുണ്ടാ പോലീസ് സ്റ്റേഷനോ? ഇത് മാത്രമല്ല, എത്രയോ പേര് ഞാൻ ഈ ഇടയ്ക്ക് സോഷ്യൽ മീഡിയയിലൊക്കെ നിരവധി കാര്യങ്ങൾ പോലീസ് സ്റ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ റെക്കോർഡിങ് ചെയ്ത് ഇടുന്ന കണ്ടിട്ടുണ്ട് പലരും. ഗുണ്ടാ പോലീസ് സ്റ്റേഷനോ? പിണറായി വിജയന്റെ കടക്കപ്പുറത്തെന്ന് പറയുന്ന മനോഭാവമാണ് ആഭ്യന്തരം ഭരിക്കുന്ന അതേ പിണറായി വിജയന്റെ അതേ മനോഭാവമാണ് ഇപ്പോഴത്തെ പോലീസുകാർക്ക്. ഫുൾ ക്രിമിനലുകൾ. കാരണം ഇത് നല്ല രീതിയിൽ വന്നിട്ടുള്ള പരീക്ഷ എഴുതി PSC എഴുതി കഠിനാധ്വാനം ചെയ്ത് ജനങ്ങളെ സേവിക്കണം എന്നുള്ള രീതിയിൽ വന്നിട്ടുള്ള പോലീസുകാർ ഇത്തരത്തിൽ പ്രയോഗിക്കത്തില്ല. ഇത് പിന്മാതിരിലൂടെ വന്ന് ഗുണ്ടകളായിട്ട് വരുന്നവന്മാരാണ് ഇത്രയും. ഇത് ഭയങ്കരമാണ് കേട്ടോ. ഇന്ന് ആ സ്ത്രീ 1 വർഷം നിയമപോരാട്ടം. ഇന്ന് റഹീമിനോട് മാധ്യമങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് പിണറായി വിജയന് അന്ന് ഈ സ്ത്രീ പരാതി നൽകിയിരുന്നല്ലോ, എന്തുകൊണ്ട് നിങ്ങളതൊന്നും അന്വേഷിച്ചില്ല? അന്ന് CCTV ദൃശ്യങ്ങൾ ആഭ്യന്തരം ഭരിക്കുന്ന പിണറായി പോലീസ് സേനയുടെ ഏറ്റവും മേലധികാരിക്കായ പിണറായി വിജയനെ എടുപ്പിക്കാൻ പറ്റാവുന്നതല്ലേ ഉള്ളൂ. അന്ന് എടുപ്പിക്കാതെ ഈ 1 വർഷം കോടതി ഉത്തരവിട്ടതിന് ശേഷമാണ് എടുപ്പിക്കുന്നത്. അത് ആ സ്ത്രീയുടെ ഒരു ബുദ്ധി നോക്കിക്കോണം. കാരണം ഇവർ ഇത്തരത്തിലുള്ള ഇത് വന്നപ്പോൾ തന്നെ അവർ ഹൈക്കോടതിയെ സമീപിച്ചു. എന്നിട്ട് പറഞ്ഞു എനിക്ക് പോലീസ് സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങൾ മിസ്സാകാതെ സൂക്ഷിക്കണമെന്നുള്ളത്. അവർ കൊടുത്തതിന്റെ ഫലമാണ് ഇന്ന് CCTV ദൃശ്യങ്ങൾ. അല്ലെങ്കിൽ ഇന്നും അവർക്കാണ് പേരുദോഷം കിട്ടിയിരിക്കുന്നത്. CCTV ദൃശ്യങ്ങൾ വന്നതുകൊണ്ടാണ് ഇന്ന് അവർ രക്ഷപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഈ പിണറായി പോലീസിന് അന്ന് ഈ പിണറായി വിജയൻ അടക്കം ഇതിന്റെ നേരായ കൃത്യങ്ങൾ അദ്ദേഹത്തിന് ഇത് മറ്റുള്ള അന്വേഷണ ഉദ്യോഗസ്ഥനെ വെച്ച് തെളിയിക്കായിരുന്നല്ലോ. ഈ CCTV ദൃശ്യം എടുക്കാൻ വലിയ പ്രയാസമുണ്ടോ? എടുത്ത് പരിശോധിച്ചിട്ട് കൃത്യമായിട്ട് ഇതിനകത്ത് എന്താ സംഭവിച്ചെന്നുള്ള അറിയാമായിരുന്നല്ലോ. അപ്പോൾ ഇത് സ്വന്തം കുറെ ഗുണ്ടകളെ പ്രൊട്ടക്റ്റ് ചെയ്യുക, ഇതാണ് പിണറായി വിജയൻ. ഞാൻ പറയുന്നത് ശ്രീ പിണറായി വിജയൻ ആഭ്യന്തര വകുപ്പിൽ നിന്ന് രാജിവെക്കേണ്ട സമയം കഴിഞ്ഞു. ഇനിയിപ്പോ ഏറ്റവും വലിയ ഇതാണ്. ജനങ്ങളിപ്പോ ഒരു പരാതിയുമായിട്ട് എവിടേക്ക് പോകുമെന്നുള്ള ചോദ്യം കൂടെ. നമ്മൾ ഒരു കാലത്ത് സത്യം പറഞ്ഞാൽ നമ്മൾ ഇപ്പം മേഘ ആദ്യം പറഞ്ഞത് നേരത്തെയൊക്കെ പരിശോധിച്ചു കഴിഞ്ഞാൽ പോലീസ് സ്റ്റേഷനിലും പോലീസിനെയും കാണുമ്പോൾ കുട്ടികൾക്ക് പോലും ഭയമായിരുന്നു. പക്ഷെ അതിൽ നിന്ന് ഒരു മാറ്റം ഉണ്ടായിരുന്നു. എനിക്കൊന്ന് ഉമ്മൻചാണ്ടിയുടെ ഭരണകാലത്തൊക്കെ കുറേയൊക്കെ മാറ്റം ഉണ്ടായിരുന്നു. ഒരു മാതൃകാ പോലീസ് സ്റ്റേഷൻ, ജനമൈത്രി പോലീസ് സ്റ്റേഷനൊക്കെ കൊണ്ടുവന്നു. അതിനുശേഷം പോലീസുകാർ വളരെ ജനങ്ങളോട് ഇടപെട്ടാണ്. ഞാൻ എല്ലാ പോലീസുകാരെയും കുറ്റം പറയുകയല്ല, അതിൽ നല്ല മാന്യമായിട്ട് ബിഹേവ് ചെയ്യുന്ന നല്ല പോലീസ് ഉദ്യോഗസ്ഥരും ഉണ്ട്. എനിക്കും ചീത്തയായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം നല്ല അനുഭവങ്ങളുണ്ട്. അപ്പം നമ്മളോട് സഹകരിക്കുന്ന നല്ല പോലീസുകാരുണ്ട്. അത്തരത്തിലുള്ളവർ ഈ പറഞ്ഞോണം നേരായ രീതി വന്നവർ, അവർക്ക് അധ്വാനിച്ച് കഷ്ടപ്പെട്ട് അവർ വന്നു മനുഷ്യത്വം എന്ന് പറയുന്ന സംഗതിയുള്ളവർ. അപ്പോൾ അത്തരത്തിലുള്ള ജനമൈത്രി പോലീസ് സ്റ്റേഷനുകളും ഉണ്ട്. പക്ഷേ ഇത്തരത്തിലുള്ള ചില ഗുണ്ടാവിളയാട്ടങ്ങളുള്ള പോലീസ് സ്റ്റേഷനും ഉണ്ട്. അപ്പോൾ ഇതിൽ
ഈ പിണറായി സർക്കാരിന്റെ ഈ ഒരു ഇത് വന്നതിന് ശേഷമാണ് ഇത് കൂടുതലും. ഇപ്പോൾ ഈ രണ്ടാം ഘട്ടത്തിലാണ് ഇത്രയധികം ഒരു ഗുണ്ടായിസം പോലീസ് സ്റ്റേഷനിൽ കാണുന്നത്. ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നപ്പോഴാണ് ഉടനടി നടപടി സർക്കാർ എടുത്തു എന്നുള്ള തരത്തിൽ വാർത്തകൾ പുറത്തു വരുന്നത്. ആ ഉടനടി നടപടി എന്ന് പറയുന്നിടത്ത് ഒരുപാട് എന്താ പറയുക, ഒരു അസ്വാരസ്യം ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ അതിജീവിതേൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിലും 8 വർഷത്തോളം നീണ്ടു നിന്നത് എന്തുകൊണ്ടാണ്? കൃത്യമായിട്ടുള്ളൊരു തെളിവുകളില്ല, കൃത്യമായിട്ട് ശക്തമായിട്ടുള്ള ഒരു പ്രോസിക്യൂഷനെ വെക്കാൻ പറ്റിയില്ല എന്നതടക്കമുള്ള ഒരുപാട് അട്ടിമറികളുണ്ടെന്നേ. ഇത് ശരിക്കും പറഞ്ഞാൽ അതിജീവിതമാരാണ് പെട്ടുപോകുന്നത്. അട്ടിമറികൾ സംഭവിക്കുന്നുണ്ട്. ഇവരോടൊപ്പം ഉണ്ട് എന്ന് പറയുന്നവർ തന്നെ ഇവരെ ഒറ്റുകൊടുക്കുന്ന രീതിയാണ് എനിക്ക് തോന്നുന്നത്. കാരണം കൃത്യമായിട്ടുള്ള അന്വേഷണ രീതിയാണ് നടക്കുന്നതെങ്കിൽ, കൃത്യമായിട്ടുള്ള സത്യസന്ധമായിട്ടുള്ള കേസാണെങ്കിൽ അത് അന്വേഷിക്കാൻ നമ്മുടെ പോലീസുകാർക്ക് നല്ല അപാര ബുദ്ധിയാണ്. ഈ പറയുന്നത് പോലെ ഇപ്പോഴത്തെ ഒരു കേസ്, ഇപ്പം ചലച്ചിത്ര അക്കാദമിയുമായി എത്ര ദിവസമായി? എന്താ ഒരു മൊഴിയെടുപ്പ് നടന്നോ? എന്തെങ്കിലും നടക്കുന്നു? എഴഞ്ഞ് നീങ്ങുമല്ലേ? ഇതുപോലെ എത്ര കേസുകൾ. ഞാൻ എൻ്റെ പേഴ്സണൽ ഒരു ഇത് പറയാം. ഞാൻ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഞാൻ ഒരു CA ഞാൻ ചെന്ന് കണ്ട് ഭയങ്കര കാര്യമായിട്ട് നമ്മളുടെ ഭാഗത്ത് നിന്ന് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞ നല്ലൊരു മനുഷ്യനാണല്ലോ, ഭയങ്കര കാര്യം, നമുക്ക് പോസിറ്റീവായിട്ടുള്ള, ഞാനൊരു നീതിക്ക് വേണ്ടിയിട്ടാണ് പോയത്. ഓക്കെ, ചെന്ന് കണ്ടു. പിറ്റേ ദിവസം എന്നെ കോണ്ടാക്ട് ചെയ്തില്ല. പക്ഷെ അത് ആ ഒരു കേസ് എസ്കേപ്പ് ആവാൻ പോകും, ആ വ്യക്തി എസ്കേപ്പ് ആവാൻ പോകും എന്നുള്ളൊരു രീതി വന്നപ്പോഴത്തേക്കും ഞാൻ രണ്ടാമത്തെ ദിവസം അദ്ദേഹത്തിന് വിളിച്ചു, ഫോൺ എടുത്തില്ല, ഞാൻ നേരിട്ട് പോയി കണ്ടു പോലീസ് സ്റ്റേഷനിൽ. അപ്പം ഞാൻ കഴിഞ്ഞ അതായത് തൊട്ട് തലേ ദിവസം 1.5-2 മണിക്കൂറോളം ഇരുന്ന് സംസാരിച്ച പോലീസ് ഉദ്യോഗസ്ഥർ CAയുടെ അടുത്ത് പിറ്റേന്ന് ഞാൻ പോകുന്നു. പിറ്റേന്ന് ചെന്ന ഉടനെ ആദ്യം പറഞ്ഞു സാർ തിരക്കിലാണെന്ന് പറഞ്ഞു. നമുക്ക് കുഴപ്പമില്ല, ഞാൻ വെയിറ്റ് ചെയ്യാം. അപ്പം ഞാൻ പോകുന്നില്ല എന്നുള്ള ഒരു രീതി വന്നപ്പോഴത്തേക്ക് എന്നെ വീണ്ടും വിളിപ്പിച്ചു. ഞാൻ അകത്ത് നിന്നു. ആരാണ് എൻ്റെ അടുത്ത് ചോദിക്കുക? തലേ ദിവസം 1.5-2 മണിക്കൂറോളം ഞാൻ സംസാരിച്ച വ്യക്തി എൻ്റെ അടുത്ത് പിറ്റേന്ന് വന്നപ്പോൾ ചോദിക്കുന്നത് ആരാണ്, എന്താണ്? ഞാൻ പറഞ്ഞു സാർ ഞാൻ തലേ ദിവസം വന്നിരുന്നു. മനസ്സിലായിരിക്കും. അത് നിങ്ങൾ ഈ പറയുന്നത് പോലല്ല, ഒറ്റ ദിവസം കൊണ്ട് തകിടം മറിഞ്ഞു എന്നുള്ളതാണ്. അപ്പം അദ്ദേഹത്തെ പറ്റി ഞാൻ അന്വേഷിച്ചിടത്തോളം ഒരുപാട് പരാതികളുണ്ട്. സ്ഥിരം ഒരു ഏരിയയുമായി ബന്ധപ്പെട്ട് ഞാൻ നോക്കിയപ്പോൾ നിരവധി പരാതികൾ. അത് ഈ പറയുന്നോണം ഈ ഓട്ടോ ഡ്രൈവേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് അത് ഈ പറഞ്ഞു നിരവധി പരാതി. അതെന്താ ഞാനത് പറയുന്നില്ല എന്താണെന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഉള്ള പോലീസുകാരും ഉണ്ട്. ഇത് ഒരിടത്തല്ല, ഞാൻ മറ്റു പലയിടത്തും ഞാൻ അപ്പോൾ ഈ പറയുന്നോണം കൈക്കൂലി, ഈ പറയുന്നത് പോലെ എന്താ രാഷ്ട്രീയം, ഇതൊക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആണ് പോലീസുകാരുടെ ഇടയിൽ. ഇതിപ്പം മന്ത്രിമാര് അല്ലെങ്കിൽ ഒരു പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്ന ധാർഷ്ട്യത്തിനെ കുറിച്ച് നമ്മൾ എപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. ഇതിപ്പോ പൊളിറ്റിക്കൽ ലീഡേഴ്സ് മാത്രമല്ല, അല്ലാണ്ട് ജനങ്ങളെ സേവിക്കുന്ന ഒഫീഷ്യൽ ആളുകൾ. ഒരു കേസുമായി നമുക്ക് എന്തെങ്കിലും ഒരു വിഷയവുമായി നമ്മൾ ആദ്യം സമീപിക്കുന്നത് പോലീസ് സ്റ്റേഷനിലാണ്. അവിടെ നിന്ന് നമുക്കൊരു നീതി കിട്ടിയില്ലെങ്കിൽ നമ്മൾ ടോട്ടലി ഫെയിലർ ആവാണ്. നമ്മുടെ ആദ്യത്തെ നീതി ദേവത നമ്മുടെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകുമ്പോൾ നമ്മൾക്കൊപ്പം നിന്നില്ല എങ്കിലും വേണ്ടില്ല, അതൊന്ന് അന്വേഷിക്കണം. പല കേസുകളും അന്വേഷിക്കുന്നില്ല ഇവർക്ക് ജാമട്ടാണ്. ഇപ്പം തന്നെ നമ്മൾ ഒരു പോലീസ് സ്റ്റേഷൻ, ഇപ്പം ഇവിടെ ഒരു സ്ത്രീ ഒരു ഈ പറഞ്ഞ വീട്ടു ജോലിക്ക് നിൽക്കുന്ന പാവം പിടിച്ച സ്ത്രീയെ ഒരു ദിവസമല്ലേ ആ പോലീസ് സ്റ്റേഷനിലിട്ട് അവർ പീഡിപ്പിച്ചത്. ഈ പറയുന്നോണം എന്തല്ല ഇത്, എന്താണ് അവർ ചെയ്തത്? അപ്പം പണമുള്ളവന്റെ കയ്യിലേ പോലീസ് ഉള്ളൂ, രാഷ്ട്രീയ പാർട്ടിക്കാരുടെ കയ്യിലേ പോലീസ് ഉള്ളൂ. അപ്പോൾ സാധാരണ ജനങ്ങളുടെ അവസ്ഥ എന്താണ്? ഏവനും തൂക്കാം എന്നുള്ള പോലീസിന്റെ ആ ഒരു ഇത് ജനത്തെ സേവിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ ഇവർക്ക് ആരെയും ഇടിക്കാനോ അടിക്കാനോ ഒന്നും ആരും. അതൊക്കെ പണ്ടത്തെ കാലം, ഉരുട്ടിക്കൊലപാതകം പഴയ കാലം. ഇപ്പം അങ്ങനൊന്നുമല്ല. കൃത്യമായി അന്വേഷിക്കുന്ന ഉത്തരവാദിത്തം അവർക്കാണ്. അതിൽ വേണ്ടുന്ന രീതിയിലുള്ള അന്വേഷണം അല്ലെങ്കിൽ വേണ്ടുന്ന രീതിയിലുള്ള ചോദ്യം ചെയ്യൽ അതവർക്ക് നടത്താം. ഈ സ്ത്രീ ഒന്ന് ആലോചിച്ച് നോക്കാം, 3 മാസം ഗർഭിണിയായ സാധുവായി ആ സ്ത്രീക്ക് എന്ത് ബലമുണ്ട്? ആ 2 കുട്ടികളെ 2 ഇരു കൈകളിലും എന്തി അവർ പോവാണ്, അവരുടെ ഭർത്താവിനെ തേടി പോവാണ്. എന്ത് ക്രൂരതയാണ്! സ്ത്രീകളായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ അവിടെ ഉണ്ടായിരുന്നു. എന്തുമാത്രം ക്രൂരതയാണ്! അപ്പോൾ ആ പോലീസ് സ്റ്റേഷനിൽ ചെല്ലുന്ന മറ്റുള്ളവർ, ഈ സ്ത്രീ വളരെ ബോൾഡ് ആയതുകൊണ്ടും ആ ഭർത്താവും അവർക്ക് നേരിട്ടുള്ള അനീതിക്ക് വേണ്ടി അവർ ഇത്രയധികം ഫൈറ്റ് ചെയ്തുകൊണ്ട് ഈ 1 വർഷത്തിന് ശേഷം ഇത് ഇത്രമാത്രം തെളിയിക്കപ്പെടാൻ സാധിച്ചത്. അപ്പോൾ ഇതിനൊന്നും കഴിയാത്ത പാവങ്ങളായിട്ടുള്ള സാധുക്കളായിട്ടുള്ള ആൾക്കാരുടെ കാര്യമൊന്നും ആലോചിച്ച് നോക്കൂ. അപ്പൊ ഇതാണ് അവസ്ഥ. അപ്പൊ ഇത് ആരുടെ ഇതാണ്? ആഭ്യന്തരം ഭരിക്കുന്ന പിണറായി സർക്കാരിന്റെ ഇത് ശ്രീ പിണറായി വിജയന്റെ കഴിവുകേടാണ്. അദ്ദേഹം ഇനി എന്തോ നിയന്ത്രിക്കുക. ഇനി ഒരു 3-4 മാസം കൂടെ ജനം തലയിൽ കൈവച്ചൊന്ന് പറയും, ഒന്ന് ഇറങ്ങി പോന്ന്
ഓരോ മാസം എനിക്കൊന്ന് ജനങ്ങൾ എണ്ണി കഴിയണം. ഞാൻ അറിഞ്ഞിടത്തോളം പലരും 1-2 കാര്യങ്ങൾ, ഇപ്പൊ ചില വസ്തു തർക്കങ്ങൾ, ചില കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുമ്പോഴൊക്കെ ചിലർ പറയുന്നു ഈ സർക്കാർ ഒന്ന് പോയിട്ട് ഞങ്ങൾ ഇനി തൊടുന്നുള്ളൂ പല കാര്യങ്ങളും. കാരണം പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ നീതിയില്ല, മറ്റൊരിടത്ത് പരാതി പറഞ്ഞാൽ നീതിയില്ല. അപ്പൊ ഈ സർക്കാർ ഒന്ന് ഇറങ്ങാൻ കാത്തിരിക്കുകയാണ് പലരും, പലരുടെയും സംരംഭങ്ങൾ തുടങ്ങാൻ. എന്തായാലും സർക്കാരിലേക്ക് തന്നെയാണ് ഈ ഒരു വിഷയവും വിരൽ ചൂണ്ടുന്നത്. പോലീസ് സ്റ്റേഷനിൽ ഉണ്ടായിട്ടുള്ള വലിയൊരു അനീതി തന്നെയാണ്. അതിന്റെ തെളിവുകളടക്കം പുറത്തു വന്നിരിക്കുന്നു. ഇപ്പോൾ ഒരു അന്വേഷണം നടപടി എന്നൊക്കെ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നുണ്ടെങ്കിലും ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം ഇനിയും വരേണ്ടതുണ്ട്, ഒരു വിശദീകരണം വരേണ്ടതുണ്ട്. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിലാണ് ജനങ്ങൾ.